അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനങ്ങളിൽ അല്ലാഹുവിനെ സ്മരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ നമ്മളുടെ ദീനിൻ്റെതായ പ്രവർത്തകരായ ആൾക്കാർ പറയാറുണ്ട്, മസ്ജിദുൻ നബവിയെ പോലെ നമ്മളുടെ നാടുകളെ അല്ലാഹുവിന്റെ ഭവനങ്ങളെ സജീവമാക്കണം. മസ്ജിദുൻ നബവിയിൽ സദാസമയത്തും അനബിതങ്ങളുടെ കാലഘട്ടം, സഹാബത്തിന്റെ കാലഘട്ടത്തിൽ തുടർച്ചയായുള്ള പിൽക്കാലഘട്ടങ്ങളിലെല്ലാം അപ്രകാരമുള്ള തുടർച്ചയായി അടയ്ക്കപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉദിക്കപ്പെടാത്ത ഒരു ഭവനമുണ്ടായിരുന്നു എങ്കിൽ അത് മസ്ജിദുൻ നബവിയാണ്. മസ്ജിദുൽ ഹറാമും ആ നിലയിൽ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളെ ഉണർത്തിക്കൊണ്ടാണ് ആ നിലയിൽ നമ്മളോട് നിർദ്ദേശിക്കുന്നത്. അഥവാ സർവ്വസമയവും അല്ലാഹുവിന്റെ സ്മരണകൾ കൊണ്ട്, അല്ലാഹുവിന്റെ പ്രകീർത്തനങ്ങൾ കൊണ്ട് പ്രശോഭിതമാകേണ്ട ഒരു ഭവനമാണ്. ആ ഭവനത്തിൽ അല്ലാഹുവിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും. ഫീ ബുയൂത്തിൻ, ചില വീടുകളിൽ. ഈ വീടുകൾ ഉണ്ടാകുന്നത് ഉദ്ദേശം അല്ലാഹുവിന്റെ ഭവനം എന്ന് പറയുന്നതിനാണ് യഥാർത്ഥത്തിൽ ബൈത്ത് എന്ന് പറയുന്ന പദപ്രയോഗം ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ന അവ്വല ബൈത്തിൻ മുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. ലോകത്താദ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഭവനം, ആ ഭവനത്തെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്ത് എന്ന പ്രയോഗമാണ്. ഇവിടെയും അല്ലാഹു പ്രയോഗിച്ചത് ഫീ ബുയൂത്തിൻ, ചില വീടുകളിൽ. അത് ഒരു ഭവനമാണെങ്കിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നിലകൊള്ളുന്ന അല്ലാഹുവിന്റെ മസ്ജിദുകൾ, അല്ലാഹുവിന്റെ ഭവനങ്ങൾ, ലോക മുസ്ലിമീങ്ങളുടെ മനുഷ്യരുടെ ഹിദായത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട് വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ അല്ലാഹുവിന്റെ നാമങ്ങളെ ഉയർത്തപ്പെടുവാൻ, അതിനെ സ്മരിക്കപ്പെടുവാൻ, അതിനെ നിലനിർത്തപ്പെടുവാൻ അതിന് സമയപരിധിയില്ല, സന്ദർഭമില്ല, സാഹചര്യമില്ല. ജുമുഅയെന്നോ ഈദെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേകമായ ദിവസങ്ങളെന്നോ ഇല്ല. ഈ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സർവ്വസമയവും അല്ലാഹുവിന്റെ ഭവനങ്ങളെ അല്ലാഹുവിന്റെ നാമങ്ങൾ കൊണ്ട്, അല്ലാഹുവിന്റെ പ്രകീർത്തനങ്ങൾ കൊണ്ട് അലങ്കരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ ഭവനങ്ങൾ എപ്പോഴും അല്ലാഹു കുടികൊള്ളുന്ന അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ ഗോപുരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ അറിയിക്കുന്നു. ആരാണ് ഈ കർമ്മം ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ ഭവനങ്ങളെ അല്ലാഹുവിന്റെ സ്മരണകൾ കൊണ്ട് സജീവമാക്കേണ്ടത് ആരുടെ ദൗത്യമാണ്? അത് ജോലിയില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരുടെ, കച്ചവടവും തൊഴിലുകളും കുടുംബവും ഒന്നുമില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരുടെ, ഭരണവും ഭരണീയതയും അധികാരവും ഒന്നുമില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരുടെ, അല്ലെങ്കിൽ യാതൊരു നിലയിലുള്ളതായ ദുന്യവിയായ ജീവിതത്തിന്റെ ബന്ധങ്ങളുമില്ലാത്ത ചില പള്ളിക്കുറ്റികളുടെ മാത്രം ദൗത്യമാണോ? തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് ഈ ദൗത്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു തരുന്നു. റിജാലുൻ, ആണുങ്ങൾ, ചില പുരുഷന്മാർ. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, അവർക്ക് കച്ചവടമുണ്ട്, അവർക്ക് വ്യവസായമുണ്ട്, അവർക്ക് വ്യാപാരമുണ്ട്, അവർക്ക് കുടുംബമുള്ളവരാണ്. അവരുടെ ജീവിതത്തിന്റെ സർവ്വസാധാരണമായ ഒരു മനുഷ്യ സഹജമായ ജീവിത മേഖലകളിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം ജോലി തിരക്കുകളുടെ ഇടയിൽ സർവ്വവിധമായ ജോലി തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണ കൊണ്ട് അല്ലാഹുവിന്റെ ഭവനങ്ങളെ സജീവമാക്കുന്നവർ അവർ മുഅ്മിനീങ്ങളാണ്, അവർ ആണുങ്ങളാണ്, അവർ പുരുഷന്മാരാണ്, അവർ തന്റേടമുള്ളവരാണ്, അവർ ആത്മധൈര്യമുള്ളവരാണ്, അവർ ആത്മശുദ്ധിയുള്ളവരാണ്. അല്ലാഹു പറയുകയാണ്, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ചില ആണുങ്ങൾ, ആ ആണുങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് 5 നേരവും അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് വിളിക്കപ്പെടുമ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിലൊക്കെ നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ അതിനെ ഉണർത്തുന്നില്ല, അതിലേക്ക് വിരൽ ചൂണ്ടാനുള്ള സമയവുമല്ല. ഏതായിരുന്നാലും അവരുടെ കച്ചവടമോ അവരുടെ വ്യവസായങ്ങളോ ഒന്നും തന്നെ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്നും അവരെ അശ്രദ്ധമാക്കുകയില്ല. നമസ്കാരത്തെ നിലനിർത്തുന്നതിൽ നിന്നും അവരുടെ കച്ചവടമോ കുടുംബമോ അവരുടെ ഔദ്യോഗിക മേഖലകളോ ഒന്നും അവരെ ഒഴിവാക്കുകയില്ല, അവരെ അശ്രദ്ധരാക്കുകയില്ല.
അല്ലാഹു നിർബന്ധമാക്കിയതായ സമ്പത്തിന്റെ ബാധ്യതയാകുന്ന കടമയാകുന്ന ഫർദ് ഐനാകുന്ന സകാത്തിനെ നിറവേറ്റുന്നതിനെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അശ്രദ്ധമാക്കുകയില്ല. അഥവാ അവരുടെ ദുന്യവിയായ എല്ലാ മേഖലകളും ഉള്ളതിനോട് കൂടി തന്നെ ഉടമസ്ഥനായ റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അല്ലാഹുവിന്റെ ഭവനങ്ങളെ സജീവമാക്കുവാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന പ്രേരക ഘടകം എന്താണ്? ഒരു മതത്തിന്റെ ആജ്ഞ എന്ന നിലയിലാണോ, ഒരാചാരം എന്ന നിലയിലാണോ, അല്ലെങ്കിൽ പൂജാരിമാരുടെ പൂജ എന്ന നിലയിലാണോ? തീർച്ചയായും അല്ല. അല്ലാഹുവിന്റെ ഭവനങ്ങളെ അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് സജീവമാക്കുന്നവർ അവരുടെ മാനസികമായ നിലയിലുള്ള ചില ഉൾപ്രേരണകൾ കാരണമായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്തുകൊണ്ടാണ് ഈ ആണുങ്ങളുടെ പുരുഷന്മാരുടെ മനോമുഖരങ്ങളിൽ അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് സജീവമാക്കാനുള്ള പ്രേരണയും പ്രോത്സാഹനവും ഉണ്ടാകുന്നത്? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അവരെ ഈ കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതിന്റെ കാരണം രണ്ട് കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യഖാഫൂന യൗമൻ, അവർ ഒരു ദിനത്തെ ഭയപ്പെടുന്നു, അവർക്കൊരു ദിവസത്തെ സംബന്ധിച്ച് പേടിയുണ്ടാകുന്നു. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങൾ പിടപിടച്ചു പോകുന്ന, മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹു എന്ന് പറയുന്ന മാനസികമായ ഹൃദയത്തിന്റെ ചാഞ്ചാട്ടം, ഹൃദയത്തിന്റെ തുടിപ്പ്, ഹൃദയത്തിൻ്റെതായ ചലനം, ഹൃദയത്തിൻ്റെതായ ഭയം എന്തിന്റെ പേരിലാണ് ഉണ്ടാകുന്നത്? അല്ലാഹുവിനെ ഓർക്കുമ്പോഴാണ്, അല്ലാഹുവിനെ ഭയപ്പെടുമ്പോഴാണ്, അല്ലാഹുവിനോടുള്ള ഭയത്തിന്റെ പേരിലാണ് എല്ലാ ജോലികളും മാറ്റിവെച്ച് നമസ്കാരത്തിലേക്ക് വരുന്നത്. എല്ലാ സാമ്പത്തികമായ ഇടപാടുകളും മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹു നിർബന്ധമാക്കിയ സകാത്തിനെ അവർ കൊടുത്തു വിടുന്നത്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവരുടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ്. യഖാഫൂന യൗമൻ, അവർ ഒരു ദിവസത്തെ ഭയപ്പെടുന്നു. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ആ ദിവസത്തിൽ അഥവാ മഹ്ശറയുടെ മരണശേഷമുള്ള മഹ്ശറയിലെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസത്തിൽ, ആ ദിവസത്തിൽ ഹൃദയങ്ങൾ പിടച്ചു പോകുന്നതാണ്, ഭയപ്പെട്ടു പോകുന്നതാണ്. ഹൃദയങ്ങൾക്ക് യാതൊരു നിലയിലുള്ളതായ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാത്ത, എത്രത്തോളം എന്ന് പറഞ്ഞാൽ അങ്ങ് പ്രവാചകന്മാരായ അംബിയാ മുർസലീങ്ങളാകുന്ന അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയും ആ ദിവസത്തെ സംബന്ധിച്ചുള്ള ഭയത്തിലാണ്. നഫ്സി നഫ്സി നഫ്സിയ, എന്നെ സംബന്ധിച്ച് എന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ തീരുമാനം എന്താകും അതിനെ സംബന്ധിച്ചുള്ള പേടിയിലും ഭയത്തിലുമായിട്ട് ഓരോ മനുഷ്യന്മാരും വിറങ്ങലിച്ചു പോകുന്ന ആ ദിവസത്തിൽ ആ കോടതിയിൽ ഞാൻ ഹാജരാകേണ്ടവനാണ്. അങ്ങനെ ഹാജരാകേണ്ടവനാകുന്ന നിലയിലാണ് എന്റെ മനസ്സിൽ നിന്നും എന്നെ അല്ലാഹുവിന്റെ കൽപ്പനയിലേക്ക്, അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് വിളിക്കപ്പെടുമ്പോ 5 നേരത്തെ നമസ്കാരത്തിനായി എന്നെ പ്രേരിപ്പിച്ചു വിടുന്നത് എന്റെ ഉസ്താദന്മാരല്ല, എന്റെ മഹല്ലിവാസികളല്ല, ജമാഅത്ത് ഭരണകർത്താക്കളല്ല, മറിച്ച് അവരുടെ മനസ്സിൽ നിന്നുള്ള ഉൾപ്രേരണയാണ്, അവരുടെ മനസ്സിന്റെ പ്രചോദനമാണ്. അഥവാ നാളെ അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ ഞാൻ ഹാജരാകേണ്ടതാണ്. അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാ. ആദ്യമായി എന്നോട് ചോദിക്കപ്പെടാൻ പോകുന്ന യാഥാർത്ഥ്യം നമസ്കാരത്തെ സംബന്ധിച്ചാണ് എന്ന് എന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാനും ആലോചിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മാത്രം ഹൃദയത്തിന്റെ അവസ്ഥ ഇതാണ് എങ്കിൽ നയനങ്ങളും കണ്ണുകളും അന്താളിച്ചു പോകുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച് അവർ ഭയപ്പെടുന്നതിന്റെ പേരിലാണ് അല്ലാഹുവിന്റെ വിളിയാണെന്റെ വിളിക്ക് ഉത്തരം നൽകുവാൻ, അല്ലാഹു നിർബന്ധമാക്കിയ കടമകളെ നിറവേറ്റുവാൻ അവർക്ക് പ്രേരണ നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആണുങ്ങളുടെ വിശേഷ ഗുണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ ചില ആയത്തുകളിലൂടെ അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മനസ്സുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടുവാൻ, നാളെ ആഖിറത്തിൽ മഹ്ശറയിൽ അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ ഹാജരാകേണ്ടവരാണെന്നുള്ള ബോധം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പൊരുത്തമായ സർവ്വവിധമായ അമലുകളിലേക്ക് ഓടിയെടുക്കുവാൻ അല്ലാഹു നമുക്കും ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.